കെപിസിസി പുനഃസംഘടനയിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഡൽഹിയിൽ ചർച്ചകൾ തുടരുന്നു. എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായി ഉമ്മൻചാണ്ടിയും കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഏറ്റവും പുതിയ വിവരങ്ങൾ. ഗോപി, കെപിസിസി പുനഃസംഘടന സംബന്ധിച്ച് കേരളത്തിലെ ഗ്രൂപ്പുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതിനാണ് നിർണായക ചർച്ച ഡൽഹിയിൽ നടക്കുന്നത്. ഇന്നലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ അനൗപചാരികമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ കേരള ഹൌസിൽ 1 മണിക്കൂറോളം ഇവർ ചർച്ച നടത്തുകയും പ്രാഥമികമായ ഒരു ധാരണയിലെത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന. എങ്കിലും ഈ അഭിപ്രായ വ്യത്യാസം പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞിട്ടില്ല. എഐ ഗ്രൂപ്പുകൾ വ്യക്തമാക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ പൂർണ്ണമായ ഒരു പുനഃസംഘടന അപ്രായോഗികമാണ് എന്നുള്ളതാണ്. വേണമെങ്കിൽ മുല്ലപ്പള്ളിക്ക് താല്പര്യമുള്ള ചിലരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ ചില മാറ്റങ്ങൾ വരുത്താമെന്നൊരു നിർദ്ദേശമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും മുകുൾ വാസ്നിക്കിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള നീക്കമുണ്ടാകുമെന്ന് അറിയാൻ കഴിയുക. അതേസമയം ഇന്ന് തന്നെ തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എഐസിസി ഔദ്യോഗികമായി അവരുടെ വാർത്താക്കുറിപ്പിലൂടെയോ മറ്റോ ഈ പ്രഖ്യാപനം അറിയിക്കാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ 72ഓളം പേരാണ് സെക്രട്ടറി ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ ഉള്ളത് ഭാരവാഹികളായി. അത്രയും വലിയ ജംബോ പട്ടിക വേണ്ട, പ്രവർത്തന മികവുള്ളവരെ മാത്രം ഉൾപ്പെടുത്തുക എന്നതാണ് ദേശീയ നേതൃത്വത്തിന്റെയും താല്പര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഏത് സമവായം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ അറിയേണ്ടത്. ഗോപി, ശരി.